ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് സൺഡേ സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇതുവരെ ബിഗ് ബോസ് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ അപ്ഡേറ്റുകളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും കൂടുതൽ പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് നമ്മളൊരു 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ പുതുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ചില പേരുകൾ കൂടി ചേർത്തിട്ട് ഒരു വലിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് വീഡിയോ ആണ്. അതിനുശേഷമായിരിക്കും ബിഗ് ബോസിന്റെ കോമണേഴ്സിനെ ബന്ധപ്പെട്ടും അഗ്നിപരീക്ഷ പ്രോഗ്രാം, അതുപോലെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് എല്ലാം ബന്ധപ്പെട്ടുള്ള ഫുൾ അപ്ഡേറ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് ഉപ്പും മുളകിലെ ബാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ബിജു സൗബാനം. ഈ ഒരു പുള്ളിക്കാരനെ ഇതിനു മുമ്പുള്ള പല സീസണുകളിലും വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ബിജു സൗബാനം ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഐശ്വര്യ റംസായി. ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തി. ഐശ്വര്യ റംസായും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ഇന്റർവ്യൂവർ ആയിട്ടുള്ള റോഹൻ ലോണ. ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേരാണ്. റോഹൻ ലോണയും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ പേര് പറയുന്നത് സിദ്ധാർത്ഥ് പ്രഭു. ഉപ്പുമുളകിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിദ്ധാർത്ഥ് പ്രഭു ഈ ഒരു സീസണിന്റെ ഭാഗമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിലും മറ്റുള്ള ഒരുപാട് ചാനലുകളിൽ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള അവന്തിക മോഹൻ. അവന്തിക മോഹനും ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ആറാമത്തെ പേര് LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ജാസിൽ ജാസി. ഈ പറയുന്ന ജാസിയുടെ ഒരു വലിയ ഡ്രീം കൂടിയാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം. അപ്പൊ ഈ ഒരു വർഷം ബിഗ് ബോസ് മലയാളം സീസൺ 8 ജാസി പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് ഫുഡ് വ്ലോഗറും ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഒരു ഭാഗവുമായിട്ടുള്ള ഹംഗ്രി മഹി. ഈ ഒരു പുള്ളിക്കാരൻ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ അടുത്ത കാലത്ത് ഒരുപാട് ഈ പറയുന്ന ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ ഹംഗ്രി മഹി ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ആലീസ് ക്രിസ്റ്റി. സീരിയൽ നടിയാണ്, അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ആക്ട്രസ് ആയിട്ടുള്ള ആലീസ് ക്രിസ്റ്റി ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ ഒൻപതാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ കോമഡി കുക്സിൽ ഒരു ആങ്കർ ആയിട്ട് നിൽക്കുന്ന ശീതളും ഈ പറയുന്ന പോലെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഉടൻ പണത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ശീതളും ഈ ഒരു സീസണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് പത്താമത്തെ പേര് ഞാൻ പറയുന്നത് ഡാൻസർ ആയിട്ടുള്ള അനിലയും ഈ ഒരു സീസണിൽ ഒരുപാട് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അനിലയും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 11ാമത്തെ പേര് ഞാൻ പറയുന്നത് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ഒത്തിരി സിനിമകളിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. അപ്പോൾ ഒരു ആക്ടർ ആയിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 12ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ആക്ടർ ആയിട്ടുള്ള റോഷൻ ബഷീർ. ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ഈ പറയുന്ന റോഷൻ ബഷീറും ഈ ഒരു സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 13ാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിന്റെ പരസ്പരം സീരിയലിലൂടെ വന്ന് ഇപ്പൊ ഒരുപാട് സീരിയലുകളിൽ പല വേഷങ്ങളും ചെയ്തിട്ടുള്ള ഒരു സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷും ഈ പറയുന്ന പോലെ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ പുള്ളിക്കാരത്തിയെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തതായിട്ട് 14ാമത്തെ പേര് ഞാൻ പറയുന്നത് അഖിൽ NRD. പുള്ളിക്കാരന്റെ പേര് ഒത്തിരി വീഡിയോസിൽ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അഖിൽ NRD ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 15ാമത്തെ പേര് പറയുന്നത് രാഹുൽ ദാസ് എന്ന കിച്ചു സുധി. നമ്മുടെ സുധിച്ചേട്ടന്റെ മകനായിട്ടുള്ള കിച്ചു സുധി ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ രേണു സുധിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 15ാമത്തെ പേര് പറയുന്നത് രാഹുൽ ദാസ് എന്ന കിച്ചു സുധി.
ദെൻ അടുത്തതായിട്ട് 16ാമത്തെ പേര് ഞാൻ പറയുന്നത് ഗോവിന്ദ് പത്മസൂര്യ. ഒരുപാട് പ്രോഗ്രാമുകളിൽ ആങ്കർ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അല്ലു അർജുനൊപ്പം ഒരു വില്ലൻ കഥാപാത്രമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. JP എന്ന് വിളിപ്പേരുള്ള ഗോവിന്ദ് പത്മസൂര്യ ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ആക്ടറാണ്. ദെൻ അടുത്തതായിട്ട് 17ാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള ബീന ആന്റണി. ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ളതും ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ ഭാഗമായിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ ബീന ആന്റണി ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 18ാമത്തെ പേര് ഞാൻ പറയുന്നത് NDA സ്ഥാനാർത്ഥിയായിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷന് പങ്കെടുത്ത അഞ്ജലി നായർ. ഒരു ആക്ട്രസ് ആണ്, ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 19ാമത്തെ പേര് ഞാൻ പറയുന്നത് വിവേക് ഗോപൻ. നമ്മുടെ ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയലിൽ സൂരജ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരനും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് അനീഷ് രവി. ഒരുപാട് കോമഡി പ്രോഗ്രാമുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സീനിയർ ആക്ടറാണ്. ഈ ഒരു സീസണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അനീഷ് രവിയും ഈ ഒരു സീസണിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 21ാമത്തെ പേര് ഞാൻ പറയുന്നത് അപർണ തോമസ്. അപർണ തോമസും ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ദെൻ അടുത്തതായിട്ട് 22ാമത്തെ പേര് ഞാൻ പറയുന്നത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ. ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിൽ വരെ വന്നിട്ടുള്ള ഒരു പേരാണ് ഈ പറയുന്ന ദീപക് മോഹന്റേത്. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ആദിത്യൻ ജയൻ. ഏഷ്യാനെറ്റിൽ ഒരു സീനിയർ ആക്ടറാണ്. ഒരുപാട് സീരിയലുകളിലും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആദിത്യൻ ജയനും ഈ ഒരു സീസണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 24ാമത്തെ പേര് ഞാൻ പറയുന്നത് ഗൗരി ഉണ്ണിമായ. നമ്മുടെ ഉപ്പുമുളകിലും ചക്കപ്പഴം എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആണ്. ഗൗരി ഉണ്ണിമായും ഈ ഒരു സീസണിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 25ാമത്തെ പേര് ഞാൻ പറയുന്നത് ജസീല പ്രവീൺ. ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിൽ സീരിയലുകളിൽ അഭിനയിക്കാറുണ്ട്. അതുപോലെ പല ചാനലുകളിലും ആക്റ്റീവായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആണ്. ജസീലയും ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 26ാമത്തെ പേര് ഞാൻ പറയുന്നത് ജീവ ജോസഫ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലും ഫ്ലവേഴ്സ് TVയിലൊക്കെ ആങ്കർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ജീവ ജോസഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 27ാമത്തെ പേര് ഞാൻ പറയുന്നത് ഹെലനോസ് പാട്ട എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ധന്യ. ഒരുപാട് കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന ഹെലനോസ് പാട്ടയും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 28ാമത്തെ പേര് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന രാഹുൽ ഈശ്വർ. ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളും മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിൽ വരുന്ന ഈ പറയുന്ന ഡിബേറ്റ്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. രാഹുൽ ഈശ്വറും ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 29ാമത്തെ പേര് ഞാൻ പറയുന്നത് ജീവൻ ഗോപാൽ. ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ താരമാണ്. ജീവൻ ഗോപാലും ഈ ഒരു സീസണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 30ാമത്തെ പേര് ഞാൻ പറയുന്നത് അൽ ഫുഡി സൂരജ്. ഒരു ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള സൂരജ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന സൂരജും ഈ ഒരു സീസണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 31ാമത്തെ പേര് ഞാൻ പറയുന്നത് പ്രണവ് കൊച്ചു. ഈ പറയുന്ന ഡാൻസ് അതുപോലെ റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ താരമാണ്. കൊച്ചു ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 32ാമത്തെ പേര് ഞാൻ പറയുന്നത് ഗ്ലാമി ഗംഗ. ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ്. ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ളതും ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ പറയുന്ന ഗ്ലാമി ഗംഗയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അതുപോലെ തന്നെ 33ാമത്തെ പേര് ഞാൻ പറയുന്നത് മെഹർ. ഒരുപാട് സോഷ്യൽ മീഡിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഈ പറയുന്ന മെഹറും ഈ ഒരു സീസണിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 34ാമത്തെ പേര് ഞാൻ പറയുന്നത് പ്രിയങ്ക അനൂപ്. പണ്ടൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു. ഒരു സീനിയർ ആയിട്ടുള്ള ആക്ട്രസ് ആണ്. ഈ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ ചെയ്തുകൊണ്ട് ഒത്തിരി കണ്ടന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാറുണ്ട്. ഈ പറയുന്ന പ്രിയങ്ക അനൂപും നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഗായത്രി സുരേഷ്. ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകളിൽ പണ്ട് ആക്റ്റീവായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അധികം സിനിമകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് സുബീഷ് സുധി. ഈ പറയുന്ന പുള്ളിക്കാരൻ ഈ അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടറൊക്കെയാണ്. ഈ പറയുന്ന സുബീഷും ഈ ഒരു സീസണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 37ാമത് ഞാൻ പറയുന്നത് വിനു വിജയ്.
ഈ പറയുന്ന അനുമോള്, അഖിൽ മാരാർ, ജിൻഡോ എന്നിവരുടെയൊക്കെ PR ഒക്കെ ഏറ്റെടുത്ത് ബിഗ് ബോസിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വിനു. ഈ പറയുന്ന സീസണിൽ 8ാമത്തെ സീസണിൽ വിനു ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് തൊപ്പി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരു പോലീസ് കേസൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വലിയ രീതിയിലേക്ക് പോയില്ല എങ്കിൽ തൊപ്പിയെ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് വിളിക്കും എന്നുള്ളത് കൺഫേം ആണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ശ്രുതി സിത്താര, ഈ പറയുന്ന LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ശ്രുതി സിത്താര ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് അശ്വന്ത് കോക്ക്, ഈ പറയുന്ന സിനിമ റിവ്യൂവർ ആണ്. ഒത്തിരി സിനിമകൾ ബന്ധപ്പെട്ടുകൊണ്ട് അശ്വന്ത് കോക്ക് ഇടക്കിടക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാവാറുണ്ട്. ഈ പറയുന്ന അശ്വന്ത് കോക്കും ഈ ഒരു സീസണിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 41ാമത്തെ പേര് പറയുന്നത് സഞ്ജു ടെക്കി. ഈ പറയുന്ന സഞ്ജു ടെക്കി പണ്ടൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വ്യൂവർഷിപ്പ് ഒക്കെ നേടിയ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെയാണ്. ഈ ഒരു സമയത്ത് പുള്ളിയുടെ ചാനലൊക്കെ ചെറിയ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സഞ്ജു ടെക്കിയും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 42ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്. റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്രിയേറ്റർ ആണ്. ഏഷ്യാനെറ്റിലെ സ്വാന്തനം സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജുഷ മാർട്ടിൻ, പുള്ളിക്കാരത്തെയും ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ഈ പറയുന്ന മഞ്ജുഷ മാർട്ടിൻ ഈ ഒരു 8ാമത്തെ സീസണിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 43ാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിലും മറ്റുള്ള ഒരുപാട് ചാനലുകളിലൊക്കെ ഈ പറയുന്ന ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള സോന നായരും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 44ാമത്തെ പേര് ശിവാംഗി നമുക്കറിയാം ഒത്തിരി ഇന്റർവ്യൂകളിലൂടെ കേരളത്തിൽ ട്രെൻഡിങ് ആയി മാറിയ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ശിവാംഗി ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് അശ്വിൻ വിജയൻ, നമ്മുടെ ഈ പറയുന്ന ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഇപ്പൊ സിനിമകളിലൊക്കെ ആക്റ്റീവായിട്ട് അഭിനയിക്കുന്നുണ്ട്. അശ്വിൻ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കോമഡി പ്രോഗ്രാമുകളിലൂടെയൊക്കെ വൈറലായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അശ്വിൻ വിജയൻ. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഡെയിൻ ഡേവിസ്, ഉടൻപണത്തിലൂടെ വന്ന് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു താരമാണ്. അതുപോലെ ഇപ്പൊ കോമഡി കുക്സിലൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഡെയിൻ ഡേവിസും ഈ പ്രാവശ്യം സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മീനാക്ഷി രവീന്ദ്രൻ, ഉടൻപണത്തിലൂടെ വന്ന് ഒരുപാട് സിനിമകളിലേക്ക് ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ കോമഡി കുക്സിലും ഇപ്പൊ റീസെന്റ് ആയിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു 8ാമത്തെ സീസണിൽ പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് 48ാമത്തെ പേര് ഞാൻ പറയുന്നത് ലക്ഷ്മി നക്ഷത്ര, ഈ പറയുന്ന പോലെ നമ്മുടെ ഫ്ലവേഴ്സ് TVയിലെ ഒരു ആങ്കറൊക്കെയാണ്. ഈ പറയുന്ന പോലെ പുള്ളിക്കാരത്തി 8ാമത്തെ ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 49ാമത്തെ പേര് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള അശ്വിനി A, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനിലൂടെ 1 കോടി രൂപ വരെ ഒരു മാസം സമ്പാദിച്ചിരുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അശ്വിനി Aയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ പേര് ഈ ഹരിത കെ നമ്പ്യാർ, ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേരടങ്ങുന്ന ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ്, അതായത് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ ഈ ഒരു സൺഡേ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഒറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് അഗ്നിപരീക്ഷ, കോമണേഴ്സ് എൻട്രിയെ ബന്ധപ്പെട്ട് വരുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗ്നിപരീക്ഷ ഏകദേശം ഓഗസ്റ്റ് മാസം, അതായത് അടുത്ത മാസം 10ാം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗ്നിപരീക്ഷയിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള കോമണേഴ്സിന്റെ സെലക്ഷൻ, ഫസ്റ്റ് ലെവൽ സെലക്ഷൻ ഇപ്പൊ അവസാനിച്ചിട്ടുണ്ട്. ഇനി 2ാം ഘട്ട സെലക്ഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ മാസം അവസാനത്തോടു കൂടി ഫൈനൽ സെലക്ഷനും അവസാനിച്ചിട്ട് അടുത്ത മാസം 10ാം തീയതി നമുക്ക് അഗ്നിപരീക്ഷ കാണാനായിട്ട് സാധിക്കും. അത് ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കും. ഏകദേശം ഈ പറയുന്ന പോലെ വീക്കെൻഡ് എപ്പിസോഡുകളിലായിരിക്കും അഗ്നിപരീക്ഷ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഗ്രാൻഡ് ലോഞ്ചിങ് വരുന്നത് അത് സെപ്റ്റംബർ മാസം 8ാം തീയതി ആയിരിക്കും. 8ാം തീയതിക്ക് മുമ്പായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്ക് വരുന്ന ഏതെങ്കിലും ഒരു സൺഡേ ആയിരിക്കും കണ്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഈ പറയുന്ന പോലെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 എത്ര കോമണേഴ്സ് ആണ് പങ്കെടുക്കാൻ പോകുന്നതെന്നും ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ പറയുന്ന പോലെ നമ്മുടെ അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ നിന്ന് 3 പേരെ ജഡ്ജസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന കോമണേഴ്സ് എൻട്രി
നമുക്ക് ബിഗ് ബോസിലേക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളും സെലക്ട് ചെയ്യും. മൊത്തത്തിൽ 5-6 കോമണേഴ്സ് ആയിരിക്കും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പറയാം. ഇപ്പൊ കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം 5-6 കോമണേഴ്സ് ഈ ഒരു സീസണിൽ ആദ്യം തന്നെ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ മറ്റുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി. ഇനിയിപ്പോ പ്രൊമോയും കാര്യങ്ങളൊക്കെ വരും. അഗ്നിപരീക്ഷ ബന്ധപ്പെട്ടുള്ള പ്രൊമോസ് ഒക്കെ വരാനിരിക്കുകയാണ്, അതിന്റെ ഷൂട്ടിലൊക്കെയാണ്. അപ്പൊ അത് എല്ലാ ഷൂട്ടും അവസാനിച്ചതിന് ശേഷം ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം അഗ്നിപരീക്ഷയുടെ പ്രൊമോ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയ കോമണേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ അവസരം മുതലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഓഡീഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്